നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട അതിവിശേഷപ്പെട്ട ഒരു സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എങ്കിൽ അത് മാറുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അത് മറക്കാനും പൊറുക്കുവാനും നിങ്ങൾ തയ്യാറാകുന്ന ഒരു സമയം കൂടിയാണ്. ഒരിക്കലും പൊറുക്കാത്ത ഒരു മുറിവ് നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് മനസ്സിൽ നിന്നും അകലുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും ശാന്തി, സമാധാനം പ്രദാനം ചെയ്യും. അത്തരം ചില ചിന്തകൾ, ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിനാൽ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ജീവിതത്തിലെ പല മാറ്റങ്ങളുമായി നിങ്ങൾ പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാൻ പോവുകയാണ്. പല കാര്യങ്ങളും ശരി എന്ന ചിന്താഗതി നിങ്ങളെ അത്തരം ചില ചിന്താഗതി വെടിഞ്ഞ് എന്താണ് നിങ്ങളുടെ തെറ്റുകൾ, അല്ലെങ്കിൽ എപ്രകാരമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ഇത്തരം ചിന്തകൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവിന്റെ പാതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. പല കാര്യങ്ങളും പരിഹരിക്കുവാനും മുന്നേറുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഗുണകരമായ ഫലങ്ങൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പലവിധ ശത്രുക്കളുമുണ്ട്. അവരെ തിരിച്ചറിയുവാനും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഞെട്ടൽ ഉളവാക്കും എങ്കിലും നിങ്ങൾ കരുതിയിരിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു പ്രാപ്തി ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങളാണ് എങ്കിൽ അത് വഴിമാറുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്ക് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളിലും ആത്മാർത്ഥമായ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു ചേരുകയും ആരെയാണ് കൂടെ നിർത്തേണ്ടത് എന്ന ബോധ്യം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് അനുകൂലമായ വ്യക്തികളെ ഒപ്പം നിർത്തുവാനും, ചില വ്യക്തികളെ വിഷമമുണ്ട് എങ്കിലും അവരെ അകറ്റി നിർത്തുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ഭാഗ്യം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിന്റെ നാളുകൾ തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭയം ഇല്ലാതാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഭയം ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ധൈര്യത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പരീക്ഷണങ്ങൾ പല കാര്യങ്ങളിലും നേരിടും എങ്കിലും അവഗണിക്കുകയും കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഒന്നിനും സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും അകലും. അത്തരം ചിന്തകൾ പോലും നിങ്ങളിൽ നിന്നും അകന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനുകൂലമായ ഒരു മാറ്റത്തിന്റെ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നു. എവിടെയാണ് നിങ്ങൾക്ക് ജയിക്കേണ്ടത്, എവിടെ കൃത്യതയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, വീഴ്ചകൾ എന്തെല്ലാം, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത് നിങ്ങളിലേക്ക് ഭഗവാൻ ഒരു പുതിയ തുടക്കമായി പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് ഈ സമയം ഓർക്കേണ്ടത്.
ഈ സമയം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്നുള്ളതാണ്. വളരെ നാളുകളായി പരിശ്രമിക്കുന്നതായ ഒരു കാര്യത്തിന് അനുകൂല ഫലം ലഭിക്കാം. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്ന വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലി, സന്താനഭാഗ്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ദൂരയാത്രകളുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ദൂരയാത്രകൾ പോലും സാധ്യമാകാം. മനസ്സിനും കുടുംബത്തിനും, അതായത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം വന്നു ചേരും. കുടുംബത്തിനും അതേപോലെ സന്തോഷം നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പലരും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പോലും ഉണ്ടാകാം. അത്തരം വ്യക്തികൾ ആരാണ് എങ്കിലും അവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. സന്തോഷത്തിന്റെ നാളുകൾ തന്നെയാണ് മുൻപിലുള്ളത്. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവായ ചിന്തകൾ വളരെയധികം നിങ്ങളെ ബാധിച്ചു എന്ന് വരാം. ആ കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചില ചിന്തകളോ അല്ലെങ്കിൽ ചില പ്രവൃത്തികളോ നിങ്ങളുടെ ഭാഗത്തു നിന്നും അബദ്ധവശാൽ സംഭവിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരികെ കൊണ്ടുവരുവാൻ പോലും അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന, വന്ന് ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ പോലും രൂപപ്പെടാവുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ പണം, അല്ലെങ്കിൽ തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ പണമോ, ഇനിയൊരു സഹായമായി പോലും പണം ലഭിക്കില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്നും പല വഴികളിലൂടെയും ധനം സഹായമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ചില സാമ്പത്തിക ദുരിതങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതൊരു മാറ്റമായി ജീവിതത്തിൽ പ്രകടമാകും എന്ന കാര്യം ഓർക്കുക. ഈ സമയം തൊഴിൽപരമായ തടസ്സങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഭാഗ്യം നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് ഈ സമയം അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് ഭഗവാനല്ലാതെ ആര് എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരാം. കാരണം അത്രമേൽ സഹായം ഭഗവാനുമായി ബന്ധപ്പെട്ട് പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ. അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം, അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ സമയം ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു സമയത്ത് പോലും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിച്ചിട്ടുള്ളത്.